ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ജൂനിയർ NTRന്റെ പുതിയ സിനിമയായിട്ടുള്ള ദേവരയെ കുറിച്ചിട്ടാണ്. ദേവരയെ കുറിച്ച് പറയുമ്പോൾ 2.5 വർഷത്തിന് ശേഷമാണ് ജൂനിയർ NTRന്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ കൊരട്ടുള്ള ശിവയാണ് ഡയറക്ടർ. അത്യാവശ്യം നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ വെടിച്ചില്ലായിട്ട് എടുക്കുന്ന ഒരു ഡയറക്ടറാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നത് അനിരുദ്ധാണ്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ എന്തായാലും ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നൊക്കെ. എന്തായാലും ഈ ഒരു സിനിമ ഞാൻ പെരിങ്ങോട്ടുകര ദേവയിൽ നിന്നിട്ട് തന്നെയാണ് ഞാൻ പടം കണ്ടത്. കാരണം ആക്ഷനും അതുപോലെ തന്നെ സൗണ്ടിനൊക്കെ അത്യാവശ്യം നല്ല പ്രാധാന്യം ഉണ്ടാവും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട്, വിഷ്വലും അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും നല്ലൊരു തിയേറ്റർ തന്നെയാണ് തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിച്ചത്. അതെന്തായാലും അത്യാവശ്യം എനിക്ക് വർത്തായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു സിനിമ എങ്ങനെയാണോ അത് അതിനെ അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ലാണ്ട് അത് വേറൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിച്ച് അത് അങ്ങനെയൊന്നുമില്ല. ഈ ഒരു സിനിമയെ കുറിച്ച് പലരും പറയുന്നൊക്കെ കേട്ടു, എന്താ അങ്ങനെയാണ് ഇങ്ങനെയാണ്, വളരെ ലോജിക്കില്ല, അപ്പടി ഇപ്പടി എന്നൊക്കെ. ഈ ഒരു സിനിമയ്ക്കകത്ത് തന്നെ ഇതിനുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ നടക്കുന്ന കഥ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഒരു വില്ലേജിലാണ്. വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒരു 4 ഗ്രാമത്തിലൊക്കെ പാടെയാണ് നടക്കുന്നത്. കടലിന്റെ നടുക്ക് അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിലൊക്കെ നിന്നിട്ടുള്ളൊരു കുറച്ചൊരു 3-4 വില്ലേജുകൾ. അതിൻ്റെ ഉള്ളിലുള്ള ഒരാൾക്കും വിദ്യാഭ്യാസം കാര്യങ്ങൾ ഒരു തേങ്ങ അറിയില്ല. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ തമ്മിത്തല്ലുകൂട് അല്ലെങ്കിൽ യുദ്ധവെറി അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. വെപ്പൺസ് ആണ് അവർക്ക് ദൈവങ്ങൾ എന്ന് പറയുന്നതൊക്കെ. അത്തരത്തിലുള്ള മനുഷ്യന്മാർക്കിടയിൽ നടക്കുന്ന കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫാമിലി ഇമോഷൻസ്, അതൊക്കെയാണ് ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നതൊക്കെ. അതൊക്കെ പോട്ടെ, അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. നിങ്ങൾ കാണാനുള്ളവർ എന്തായാലും കാണുന്നുള്ളത് അറിയാം. എന്തായാലും എനിക്ക് ഈ ഒരു സിനിമയെ കുറിച്ച് തോന്നിയിട്ടുള്ളത് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫും അത്രയ്ക്ക് അങ്ങോട്ട് ഉയരാതെ പോയിട്ടുള്ളൊരു സെക്കൻഡ് ഹാഫും. അങ്ങനെയാണ് ഒറ്റ വാക്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് കാണണം. കാരണം അനിരുദ്ധ് കുറച്ച് സാധനങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ നിന്ന് കണ്ടാൽ തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. OTT വന്ന് കാണുമ്പോഴൊക്കെ വലിയ സുഖം തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജാൻവി കപൂറൊക്കെ വെറുതെ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ അപരാധം പിടിച്ച സീനുകളുണ്ട് ഈ ഒരു പടത്തിനകത്ത്. സെക്കൻഡ് ഹാഫിൽ മകന്റെ പോർഷൻ വരുന്ന സമയത്ത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. വെറുതെ ഐറ്റം ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട്, അതും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. കുട്ടിക്കാലത്ത് കാണിക്കുന്നത് പോട്ടേന്ന് വെക്കാം, വലുതായി കഴിഞ്ഞിട്ടും ഈ ഒരു ക്യാരക്ടർ ഇതേപോലെ തന്നെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖമില്ലായ്മ ഫീൽ ചെയ്യുന്നു. അച്ഛൻ്റെ ആ ഒരു സീൻസ് കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ വെടിച്ചില്ലായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ഇതിൽ ഇൻട്രോ സീന് മിക്കവാറും എല്ലാവരും ട്രോളാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. കാരണം സുറയിലെ ഇൻട്രോ ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരുപാട് പേര് പറയുന്നതൊക്കെ കേട്ടു. അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇതിൽ പറയണത്. സുറയ്ക്കകത്ത് വിജയ് ഒറ്റയടിക്ക് പറന്നു വരുന്നതാണ് ഇത് ആ ഒരു പടത്തിനകത്ത് കാണിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ട്രോളാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ തിരമാലയ്ക്കൊപ്പം നീന്തി വന്നിട്ട് ഒരു വലിയൊരു തിരമാല വരുന്ന സമയത്ത് അതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഗേറ്റ് ചെയ്ത് പോകുന്നവരൊക്കെ കണ്ടിട്ടില്ല, അതിന്റെ മുകളിൽ കൂടെ ചാടുന്നതൊക്കെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അവൻ ആ ഒരു തിരമാലയ്ക്ക് മുകളിലൂടെ ചാടുന്ന ഒരു സീനാണ്. മിക്കവാറും ഇതിനെ സൂറയായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നതൊക്കെ കണ്ടു. സൂറയൊക്കെ വെച്ച് നോക്കുമ്പോൾ 100 ഭേദമാണ് ഈ ഒരു സിനിമ. സെക്കൻഡ് ഹാഫിനകത്ത് വരുന്ന കുറച്ച് ഓവർ ആക്ടിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം കുറച്ച് വലിപ്പിക്കുന്നതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഒരു 40-45 മിനിറ്റോളം കുറെ ഓവർ ആക്ടിങ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ആക്ഷൻ എന്റർടൈനറിനകത്ത് നമുക്ക് എന്തൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളത്. പക്ഷെ അതിനകത്ത് പിന്നെ അവരുടെ വകയായിട്ട് കുറച്ചും കൂടി ഒരു ആക്ടിങ് പാഠങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വെറുപ്പിക്കൽ ഫീല് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അതുപോലെ തന്നെ ക്ലിഫ് ഹാങ്ങർ ആയിട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് പക്ക ആ ഒരു ബാഹുബലി ഫസ്റ്റിനകത്ത് ക്ലിഫ് ഹാങ്ങർ വെച്ചത് എങ്ങനെയാണ് അതുപോലെ തന്നെ ബാഹുബലി എന്തിന് കട്ടപ്പ കൊന്നു എന്നുള്ള തരത്തിലൊരു ക്ലിഫ് ഹാങ്ങർ ഇതിനകത്ത് ഒരു ഈച്ച കോപ്പി പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം എന്താണ് അതിന്റെ ഉത്തരം, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. അത് ആ സെക്കൻഡ് പാർട്ടിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണിച്ചു പോകേണ്ട ഒരു കാര്യമുള്ളൂ. പക്ഷെ അത് ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് അവര് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ആന മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഫിയർ സോങ് ഞാൻ മലയാളത്തിലാണ് കണ്ടത്. എൻ്റെ അമ്മയെ എന്തൊക്കെയാണ് അതിൽ ലിറിക്സ് ഒക്കെ പടച്ച് വിട്ടിരിക്കുന്നത്. എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. ഞാൻ തമിഴ് കേട്ടിട്ട് തമിഴൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ എവിടെയും തമിഴ് റിലീസ് ഇല്ലാത്തത് കൊണ്ട് ഒരു രക്ഷയില്ല. മലയാളം തന്നെ കാണേണ്ടി വന്നു. പച്ച അപരാധം, ഒന്നും പറയാനില്ല അതിനെ കുറിച്ചിട്ട്. മലയാളം ഡബിങ്ങും വലിയ സുഖമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം NTRന് അനുയോജ്യമായിട്ടുള്ള ഒരു സൗണ്ട് ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആക്ഷൻ എന്റർടൈനേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാനുള്ള വകുപ്പൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറെ പേര് പറയുന്നത് കേട്ടു കടലൊക്കെ എന്തൊക്കെയോ ഗ്രീൻ സ്ക്രീൻ ഒക്കെ ഇട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ.
സാധാരണ കുറെ ഷോട്ടുകൾ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടലിനകത്ത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചെയ്തിട്ടൊക്കെ വരാം. പക്ഷെ ലിമിറ്റഡ് ബഡ്ജറ്റിനകത്ത് ഇത്രയധികം കാര്യങ്ങൾ, അതും ആക്ഷൻസിനാണ് പ്രാധാന്യം. ഈ ഒരു കടൽ തീരത്താണെങ്കിലും കടലിന്റെ നടുക്ക് വെച്ചിട്ടാണെങ്കിലും ഒക്കെ, അത് ഒറിജിനൽ കടലിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത്യാവശ്യം ഹൈ റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ്. അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇന്ത്യക്കകത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ കണ്ട് പരിചയമില്ല. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടു വളർന്നവർക്ക് ചിലപ്പോൾ അതൊരു അരോചകമായിട്ട് തോന്നിയേക്കാം. നോർമലായിട്ട് ഇന്ത്യൻ സിനിമകളൊക്കെ കണ്ടാൽ ആ ഒരു സിനിമയെ അങ്ങനെ തന്നെ അഡാപ്റ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാനുള്ള ഒരുപാട് വകുപ്പുകൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ദയവായി തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് തന്നെ പ്രിഫർ ചെയ്ത് കാണാൻ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. സെയ്ഫ് അലി ഖാൻ ആസ് യൂഷ്വൽ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സെയ്ഫ് അലി ഖാനെയാണ് എനിക്ക് ഒന്നും കൂടിയും ഇഷ്ടമായത്. NTRന്റെ അച്ഛൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നല്ല സർട്ടിലായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നരൈൻ വന്നിട്ടുണ്ട് ഒരു നല്ലൊരു ക്യാരക്ടറിൽ. ബോറായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാൻവി കപൂറിന്റെ മാത്രമാണ്. വളരെ ശോകമായിരുന്നു. പിന്നെ പ്രകാശ് രാജ് വന്നിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അലാ വൈകുണ്ഠപുരത്തിൽ നമ്മുടെ അല്ലു അർജുന്റെ അച്ഛനായിട്ട് വന്നിട്ടുള്ള ആളുടെ പേര് ഞാൻ മറന്നു. ആളും വന്നിട്ടുണ്ട്, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. വില്ലൻ റോളിൽ വന്നിട്ടുള്ള പയ്യന്മാര് അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുള്ളവർ, അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുദേവ് ഉണ്ട് മലയാളത്തിൽ നിന്ന്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്. ഷൈൻ ടോം ചാക്കോനൊന്നും വലിയ റോളൊന്നുമില്ല, സുദേവിന് പിന്നെ റോളുണ്ട്. പക്ഷേ ഇവരുടെ ഒപ്പമൊക്കെ അങ്ങനെ മത്സരിച്ച് അഭിനയിക്കാൻ പാകത്തിനൊന്നും ഉള്ളതൊന്നുമില്ല. പക്ക ഒരു കൊമേഴ്ഷ്യൽ ആക്ഷൻ എന്റർടൈനർ ചിത്രം. അതാണ് പക്ക ദേവര ഫസ്റ്റ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കുറച്ച് സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ജാൻവി കപൂറിന്റെ കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള സീൻസ്, ലവ് കാര്യങ്ങൾ, തേങ്ങ മാങ്ങ, അതും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലാഗൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഫസ്റ്റ് ഹാഫ് നിങ്ങൾക്ക് മുതലായിരിക്കും. അത് ഒരു ആക്ഷൻ എന്റർടൈനേഴ്സിന് അതൊരു മുതലായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് തന്നെ അഭിപ്രായം പറയാം. ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കൂടി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.